ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. നമുക്ക് എളുപ്പത്തിലൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവയെല്ലാം ഇട്ട് ചെമ്മീൻ നല്ലപോലെ തിരുമ്മി വെക്കുക. അരമണിക്കൂർ വെച്ചതിന് ശേഷം പാൻ സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഈ ചെമ്മീനിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം റോസ്റ്റ് ചെയ്യാൻ ഇടണ്ട, കുറച്ച്. അതിനുശേഷം ഇതെല്ലാം റോസ്റ്റ് ചെയ്ത് കോരിയ ശേഷം ആ പാനിലേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, സബോള ഇവയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതിനെ ഇടുക. വഴറ്റിയെടുക്കുക. പക്ഷെ ഞാനിപ്പോൾ തക്കാളി ഇട്ടിട്ടില്ലായേ. ഇത് ചിക്കനാണ്. എൻ്റെ മോൻ ചിക്കനേ കഴിക്കുകയുള്ളൂ. അവൻ പിന്നെ ഈ റോസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് അവനിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. അതിന് ശേഷം ഇതെല്ലാം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അടച്ചു വെക്കണം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അടച്ചു വെക്കുന്നെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമേ. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അത് മതി, അന്നേരത്തേക്ക് വഴന്ന് കിട്ടും. പിന്നെ വഴന്നതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി ഇവയെല്ലാം ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി കുറവാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ശകലവും കൂടി ഇടുവാണ്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എരിവില്ല, അതുകൊണ്ട് ഇടുന്നതാണ്. നിങ്ങൾ സാധാ മുളക് പൊടിയാണെങ്കിൽ അത് നോക്കിയിട്ട് വേണം ഇടാൻ. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എരിവ് കുറവായതുകൊണ്ടാണ് ഞാനത് 3 സ്പൂൺ ഇട്ടത്. വീണ്ടും ഇളക്കിയ ശേഷം ഈ ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് ഇളക്കണം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കണം. കണ്ടോ, ഞാനതെല്ലാം അതിലേക്ക് ഇട്ടു. ഒന്ന് ഇളക്കി വിടാൻ പോവുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. ഇനി ഇത് അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ച ശേഷം വീണ്ടും ഒന്ന് തുറക്കുക. തുറന്ന ശേഷം കരിയാപ്പലയും ഇട്ട് ശകലം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുരുമുളക് പൊടി എടുക്കാൻ പോവാണ്. കുരുമുളക് പൊടിച്ച് വെളിയിൽ വെക്കുവാണെങ്കിൽ എൻ്റെ പൂത്ത് പോകുന്നതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ശകലം കുരുമുളക് പൊടി വയ്ക്കും. പിന്നെ എൻ്റെ ഈ കണ്ടെയ്നർ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണെന്ന്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഈ മുളക് പൊടി ഇതെല്ലാം എല്ലാ ഐറ്റവും ഇടുന്നത് ഞാൻ ഇതിലാണ്. നല്ലതാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. ആർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി, അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ അകത്ത് 64K ഉണ്ട് ഫോളോവേഴ്സ്. നിങ്ങളെല്ലാവരും കയറി ഫോളോ ചെയ്യണേ. ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. പിന്നെ വേറൊരു കാര്യമേ, ഞാനിങ്ങനെ ഗ്യാസ് അടുപ്പ് എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. എന്ത് കുക്ക് ചെയ്താലും ഇങ്ങനെ തൂത്തും തുടച്ചും തന്നെ ഇരിക്കും. അതെനിക്കെന്തോ അങ്ങനെയായിപ്പോയി. ഫ്ലെയിം ഓഫ് ചെയ്യാതെ കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യുവേ. എൻ്റെ കൈ പലവട്ടം പൊള്ളിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനത് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എന്നെ ഇതുപോലെ തുടച്ച് തൂത്തിടുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതുപോലെ കൈ പൊള്ളിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ.